തുറന്ന് പറയണം എന്തെങ്കിലും വിചാരിച്ചൊരു കാര്യമാണ്. ഈ ട്രോൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലുട്ടാപ്പിയൊക്കെ ഇല്ലേ, ലുട്ടാപ്പിയൊക്കെ ഞങ്ങളെ നല്ല സത്യത്തിൽ അത് ഭയങ്കര നല്ലതാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അത് എന്തോ എനിക്കത് കാണുമ്പോൾ തന്നെ ചിരി വരും. അവരിട്ട ആളിന്റെ ഇന്റൻഷൻ അതിൽ സഫലമാകും. ഞാൻ നല്ലോണം ആസ്വദിക്കും. അല്ല ഞാനും ചില നല്ല ട്രോളുകളെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ട്രോൾ ആസ്വദിക്കുന്ന എന്റെ മോനാണ്. അവൻ ഭയങ്കരമായിട്ട് ട്രോള് എന്റെ ട്രോൾ എന്റെ നമുക്ക് കാണിക്കും. കാണിക്കണം മാത്രല്ല, അതിന് അവന്റേതായ ഒരു വേർഷൻ ട്രോൾ ഉണ്ടാവും. അത് ട്രോൾസ് ഒക്കെ അവൻ ചെയ്യും. അപ്പൊ അത് വൻ തഗ്ഗാണ്. ഇല്ല, അച്ഛനൊക്കെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ അപ്പ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് ട്രോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപാട് രസകരമായ ട്രോൾ ഉണ്ട്. മറ്റേ അന്തരീക്ഷത്തിൽ കുന്തത്തി പോകുന്ന ട്രോളാണ് ഏറ്റവും ഭയങ്കര. അയ്യോ, അത് ലുട്ടാപ്പിന്റെ പേര് വന്നപ്പോ അവർ അതിന്റെ കൂടെ സെറ്റ് ചെയ്ത മറ്റൊന്ന് ഈ ചിലപ്പോഴൊക്കെ നമ്മളെ ഏറി കെട്ടി വിടുമല്ലോ, അതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ അമൃത, റഹീം, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു വളരെയധികം ഒരു വിപ്ലവാത്മകമായ ഒരു ലവ് സ്റ്റോറി ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തായിരുന്നു ആ ഒരു ലവ് സ്റ്റോറിയുടെ പിറകിലുള്ള കഥ? ലവ് സ്റ്റോറിയുടെ പിറകിലുള്ള കഥ ശരിയാണ്. അത് ട്രോള് വേണമെന്ന് ഞാനിങ്ങനെ ഒരു ദിവസം പലപ്പോഴും പറയുന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു കമ്മിറ്റിക്ക് പോയപ്പോഴേക്കും ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിട്ട് ചോദിച്ചത് ഏതാ കുട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. ഇല്ല, അങ്ങനെ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വലിയ കഥയില്ല. അത് അന്ന് മുതൽ എനിക്ക് ഞാൻ പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് വന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്, അറിയാം. പിന്നെ കുറച്ച് സീനിയർ ആൾക്കാരൊക്കെ അന്ന് ഈ പറഞ്ഞ അവരുടെ ചാനൽ കാണുന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. വളരെ കുറച്ച് സംസാരിക്കുകയും ഘനഗാംഭീര്യമുള്ള ശബ്ദം. പിന്നെ നമ്മൾ ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് തന്നെ വലുതായിട്ട് വലിയ മൈൻഡൊന്നും ചെയ്തിരുന്നില്ല. വലിയ ജാട പോലെ ജാടയായിരുന്നു. ഞങ്ങൾ കുറച്ചൊന്ന് അങ്ങനെ ഒരു അകലം ഉണ്ടാവുമല്ലോ, ലീഡർഷിപ്പിനോടുള്ള ഒരു അകലം അതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതുപോലെ തന്നെ ഈ സമാനമായവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ലീഡേഴ്സും ഉണ്ട്. എന്നാൽ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഡാർവിൻ എന്നൊക്കെ പറഞ്ഞ ചേട്ടനുണ്ട് കൂടെ ഉള്ള. ഡാർവിൻ ചേട്ടനോടൊക്കെ സത്യത്തിൽ ഇദ്ദേഹത്തിനോടുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കാവുന്ന ഒരു ബന്ധമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തോട് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ നമുക്ക് എപ്പോഴും ഈ അങ്ങനെ നിൽക്കുന്ന ഒരാളൊരു കൗതുകം ഉണ്ടാവുമല്ലോ, ഇവരെന്തായിരിക്കും എന്ന് അറിയാനൊരു മിസ്റ്റീരിയസ്